ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. നമ്മളെന്താ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു കൊണ്ടിരുന്നത്? നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചത് മരണത്തിനുള്ള പാപം എന്ന വിഷയമാണ്. സ്തോത്രം. മരണത്തിനുള്ള പാപം. നമ്മൾ ആ മരണത്തിനുള്ള പാപത്തിലേക്ക് നമ്മൾ വരികയാണ്. ഹല്ലേലൂയ. അതെന്താണെന്ന്, എങ്ങനെയാണ് നമ്മുടെ അകത്ത് മരണത്തിനുള്ള പാപമായി തീരുന്നതെന്ന് നമ്മൾ പഠിക്കാൻ പോവാം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു വാക്യം വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 16 മുതൽ വായിച്ചാട്ടെ. 1 യോഹന്നാൻ 5-ാം അധ്യായം 16 മുതൽ. ഈ വാക്യം ഇങ്ങനെയാ പറയുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നതാരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, മരണത്തിനുള്ള പാപമുണ്ട്. മനസ്സിലായോ? എന്താ വചനം പറയുന്നേ? മരണത്തിനുള്ള പാപമുണ്ട്. സ്തോത്രം. എന്താ മരണത്തിനുള്ള പാപം എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് മരണത്തിനുള്ള പാപമെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. എന്താ മരണത്തിനുള്ള പാപം? ഇവിടെ 16-ാം വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്, സഹോദരൻ എന്ന് വിളിച്ചിട്ടാ. ഹല്ലേലൂയ. എന്താ തുടങ്ങുന്നത്? 16-ാം വാക്യം എങ്ങനെയാ തുടങ്ങുന്നത്? സഹോദരൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന സഹോദരൻ എന്ന പദം എന്താ അർത്ഥമാക്കുന്നതെന്ന് അറിയാമോ? എന്താ സഹോദരൻ എന്ന പദം? ശ്രദ്ധിച്ചു കേൾക്കണം. വീണ്ടും ജനിച്ച് സഭയ്ക്കകത്ത് വന്ന വ്യക്തികളെ കുറിച്ച് പറയുന്ന പദമാണ് സഹോദരൻ. ശ്രദ്ധിച്ചേക്കണം. അല്ലെങ്കിൽ വീണ്ടും ജനിച്ച വ്യക്തികളെ കുറിച്ച് പറയുകയാണ് സഹോദരൻ. ശ്രദ്ധിച്ചേക്കണം. എന്താ വീണ്ടും ജനനം? നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു. എന്താ വീണ്ടും ജനനം? ഒരിക്കൽ ഞാൻ എൻ്റെ ജഡപ്രകാരമുള്ള അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരിക്കൽ ജനിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ അങ്ങനെ ജനിച്ച എനിക്ക് വീണ്ടും ഒരു ജനനം ആവശ്യമായി വന്നു. അത് ദൈവത്തിൽ നിന്ന് ജനിക്കാനാണ്. മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് ജനിക്കണം. ഒരിക്കൽ ഞാൻ ജഡപ്രകാരമുള്ള അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജനിച്ചു. ആ ജനിച്ചപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ജീവൻ എനിക്ക് ലഭ്യമായില്ല. മനസ്സിലായോ? ദൈവത്തിൻ്റെ ജീവൻ ഇല്ലാതെയാ ഞാൻ ജനിച്ചത്. ദൈവത്തിൻ്റെ ജീവൻ ഇല്ലാതെ ജഡപ്രകാരമുള്ള അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ജനിച്ചത് കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ജീവൻ ആവശ്യമാണ്. ഈ ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കുവാൻ ഞാൻ വീണ്ടും ജനിക്കണമായിരുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കണമായിരുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനെയാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ഞാൻ ജനിക്കുന്നത്? കേട്ട വചനപ്രകാരം, സുവിശേഷ പ്രകാരം. ഹല്ലേലൂയ. വചനം പറയുന്നത് എന്താ? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. കേട്ട വചനം. ഹല്ലേലൂയ. ആ വചനമാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചത്. വചനപ്രകാരം ഞാൻ ജനിച്ചു. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ എങ്ങനെയാ ജനിച്ചത്? നമ്മൾ എങ്ങനെയാ വീണ്ടും ജനിച്ചത്? കേട്ട വചനപ്രകാരം ജനിച്ചു. ഈ വചനത്തെക്കുറിച്ച് പറയുകയാണ്, ഇത് കെടാത്ത ബീജമാണ്. സ്തോത്രം. ഒരിക്കൽ കെട്ടുപോകുന്ന ബീജത്താൽ ജനിച്ചു.
ഹല്ലേലൂയ. എന്നാൽ ഞാൻ വീണ്ടും ജനിച്ചത് കെട്ടുപോകാത്ത ദൈവത്തിന്റെ വചനത്താലാ ജനിച്ചത്. ഹല്ലേലൂയ. അതാ വീണ്ടും ജനനം. ദൈവത്തിൽ നിന്ന് ഞാൻ ജനിച്ചു. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ഞാൻ ജനിച്ചതുപോലെ എൻ്റെ മുൻപിലിരിക്കുന്ന സകലരും ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. മനസ്സിലായോ? ദൈവത്തിൽ നിന്ന് ജനിച്ച് സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു സഹോദരൻ. ക്ലിയറായോ? അപ്പോ നിങ്ങൾ തമ്മിൽ എന്താ വിളിക്കുന്നേ? സഹോദരൻ. കാരണം എന്താ? നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. സ്വർഗീയ പിതാവ്, ആ സ്വർഗീയ പിതാവിൽ നിന്ന് നിങ്ങൾ ജനിച്ചതുകൊണ്ട് ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ അപ്പനാരാ? വീണ്ടും ജനിച്ച നിങ്ങളുടെ പിതാവാരാ? സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ്. നിങ്ങളെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട്, ഒരപ്പനിൽ നിന്ന് വീണ്ടും ജനിച്ചതുകൊണ്ട് നിങ്ങൾ സഹോദരന്മാരാണ്. ഈ സഹോദരനെ കുറിച്ച് വചനം പറഞ്ഞിരിക്കുകയാണ്, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നതാരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. മനസ്സിലായോ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ. മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ പഠിച്ച കാര്യമാണ്. സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ഇത്രയും മനസ്സിലായവർ മാത്രമെന്ന് കരമുയർത്തിയാൽ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഈ പദം നമ്മൾ പഠിക്കാൻ പോവാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുക. നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവമക്കളാ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, എല്ലാവരുടെയും പിതാവ് സ്വർഗീയ പിതാവാ. അതുകൊണ്ട് വചനം പറയുന്നു, നിങ്ങൾ പിതാവിൽ നിന്ന് ജനിച്ചതുകൊണ്ട് നിങ്ങൾ തന്നെത്താനെ സൂക്ഷിക്കുന്നു. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ. വചനം എന്താ പറയുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. എന്താ സൂക്ഷിക്കുന്നത്? എന്താ സൂക്ഷിക്കുന്നത്? നിങ്ങൾ തന്നെ സൂക്ഷിക്കാറുണ്ടോ? വചനം പറയുന്നു, വീണ്ടും ജനിച്ചവന്റെ ഒരു പ്രത്യേകതയാ, വീണ്ടും ജനിച്ചവന്റെ ഒരു ഉത്തരവാദിത്വമാണ്. വചനം പറയുന്നു, വീണ്ടും ജനിച്ചവൻ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം, എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ വീണ്ടും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അതിന്റെ അർത്ഥം ഒന്നുകൂടി ഞാൻ പറയാം. വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് എന്തോ ഒന്ന് വന്നിട്ടുണ്ട്. നിങ്ങളുടെ അകത്ത് എന്തോ ഒന്ന് ജനിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ വീണ്ടും ജനിച്ചവൻ തന്നെ സൂക്ഷിക്കുന്നു. എന്താ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് വന്നത്? ഇത് സൂക്ഷിച്ചാൽ, അടുത്ത വാക്യം പറയുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നത് പോലുമില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കുന്ന നിങ്ങൾ, വചനം പറയുന്നു, വീണ്ടും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അടുത്ത പദം, ദുഷ്ടൻ അവനെ തൊടുന്നത് പോലുമില്ല. അപ്പോൾ ഈ അകത്ത് വന്ന കാര്യം, അകത്തെന്തോ ലഭ്യമായിട്ടുണ്ട്, അകത്തെന്തോ വസിക്കാൻ വന്നിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. അത് നഷ്ടപ്പെട്ടു പോയാൽ ദുഷ്ടൻ നമ്മെ പരീക്ഷിക്കും. പിശാച് ഹല്ലേലൂയ നമ്മെ പ്രലോഭിപ്പിക്കും. ദുഷ്ടൻ നമ്മെ വശീകരിക്കും. പക്ഷെ ഇത് കെട്ടുപോകാതെ, ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചാൽ, വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, ദുഷ്ടൻ തൊടുന്നത് പോലുമില്ല. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്?
അതെന്താണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്തോത്രം. ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം എങ്ങനെ പറയുകയാണ്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, കള്ളൻ വരുന്നത് എന്തിനാ? മോഷ്ടിപ്പാൻ, അറുപ്പാൻ, മുടിപ്പാൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഞാൻ വീണ്ടും ജനിച്ച പൈതലായതുകൊണ്ട്, ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയായതുകൊണ്ട്, വീണ്ടും ജനിക്കുമ്പോൾ എൻ്റെ അകത്ത് ഒരു ജീവൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്നത്? സ്തോത്രം. എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവന്റെ ഒരംശം, ദൈവത്തിൻ്റെ തേജസ് എൻ്റെ ആത്മാവിൽ താമസിക്കാൻ വന്നു. ഈ താമസിക്കാൻ വന്ന അനുഭവത്തെ വിളിച്ച പേരാണ് വീണ്ടും ജനനം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും അങ്ങനെ ജനിച്ചവരാ. സ്തോത്രം. ഇനി ആത്മാവിൽ വന്ന ദൈവത്തിന്റെ ജീവൻ ആത്മാവിൽ തന്നെ വസിച്ചാൽ എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. മനസ്സിലായോ? ഇന്ന് നമ്മളിവിടെ ആരാധിച്ചു. പലരും ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ആരാധിക്കുന്നത് കണ്ടു. പലരുടെയും അകത്ത് ആത്മാവിന്റെ നിറവ് വെളിപ്പെടുന്നത് ഞാൻ കണ്ടു. പലർക്കും ആരാധിക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ കാരണമെന്നറിയാമോ? നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തികളായതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ ജീവനുണ്ട്. ആത്മാവിലുള്ള ദൈവത്തിന്റെ ജീവൻ ആത്മാവിൽ നിന്ന് ഒഴുകി ഒഴുകി നിങ്ങളുടെ ഹൃദയത്തിൽ വന്നു. ഹല്ലേലൂയ. ആത്മാവിൽ താമസിക്കാൻ വന്ന ദൈവജീവൻ ഒഴുകി 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 എവിടെ എത്തി? നിങ്ങളുടെ ഹൃദയത്തിലെത്തി. ഹൃദയത്തിലെത്തിയപ്പോഴാണ് ആരാധിക്കുവാൻ, ഹല്ലേലൂയ, അന്യഭാഷ പറയുവാൻ, സ്തോത്രം പറയുവാൻ ഒരു ശക്തി കിട്ടിയത്. ഹല്ലേലൂയ. ചില സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് ഈ അനുഭവം ഉണ്ടാകാറില്ല. അതിൻ്റെ അർത്ഥം എന്താ? ആത്മാവിലുള്ള ദൈവത്തിൻ്റെ ജീവൻ ഒഴുകി ഹൃദയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ ആരാധിച്ചു. എങ്ങനെ ആരാധിച്ചു? നിങ്ങളുടെ ആത്മാവിലുള്ള ദൈവത്തിൻ്റെ ജീവൻ അവിടെ നിന്ന് ഒഴുകി 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 നിന്റെ ഹൃദയത്തെ നിറച്ചു, നിന്റെ ഹൃദയത്തിലേക്ക് വന്നു. അപ്പോൾ ഹല്ലേലൂയ, നിനക്ക് സ്വർഗീയ ആരാധനയുമായി ഒരു കണക്ഷൻ ഉണ്ടായി, ഒരു ബന്ധമുണ്ടായി. സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയോട് നിനക്കൊരു ബന്ധമുണ്ടായി. അപ്പോൾ നീയും ശക്തമായി ആരാധിച്ചു, സന്തോഷത്തോടെ ആരാധിച്ചു, നിറവോടുകൂടെ ആരാധിച്ചു. ഹല്ലേലൂയ. എന്താ കാരണം? ആത്മാവിൽ വസിച്ച ദൈവത്തിന്റെ ജീവൻ നിന്റെ ഹൃദയത്തെ നിറച്ചു. ഹല്ലേലൂയ. ഈ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ മാത്രമാണ് നീ ദൈവത്തെ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? നമുക്ക് കൊതിയ, നമുക്ക് ആഗ്രഹമാ എപ്പോഴും ഈ അനുഭവത്തിൽ ജീവിക്കണം, എപ്പോഴും ഈ ദൈവത്തെ അനുഭവിക്കണം, എപ്പോഴും ഈ ജീവനിൽ പ്രാർത്ഥിക്കണം, എപ്പോഴും ഈ ജീവനിൽ സ്തുതിക്കണം, എപ്പോഴും ഹൃദയത്തെ നിറച്ചിരിക്കുന്ന ജീവനിൽ അന്യഭാഷ പറയണം. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോഴാണ് നമുക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, മണിക്കൂറുകൾ ആരാധിക്കാൻ പറ്റുന്നത്. ഹൃദയത്തിൽ ദൈവത്തിന്റെ ജീവൻ വന്ന് തൊടുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് ദർശനങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. ഹൃദയത്തിൽ ദൈവത്തിന്റെ ജീവൻ നിറയുമ്പോഴാണ് നമുക്ക് കർത്താവുമായി സ്നേഹം വരുന്നത്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഈ അനുഭവം ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു മരവിച്ച അനുഭവമാണ്. ഹല്ലേലൂയ. ക്ലിയറായി നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, വീണ്ടും ജനിച്ച നിന്റെ അകത്ത്, നിന്റെ ആത്മാവിൽ ദൈവജീവനുണ്ട്. ആ ജീവൻ അവിടെ തന്നെ ഇരുന്നാൽ നിനക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. ആ ജീവൻ അവിടെ നിന്ന് ഒഴുകി ഹൃദയത്തിനകത്ത് ഉറവകളായി മാറണം. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഹൃദയത്തിനകത്ത് ആത്മാവിന്റെ ഉറവകൾ വെളിപ്പെടണം. ആ ഉറവയ്ക്കകത്തുകൂടെ ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ ജീവൻ ഒരു നദിയായി പുറത്തു വരണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നദിയായി എന്ത് ചെയ്യണം? പുറത്തു വരണം. ഒരു നദിയായി, നദിയല്ല, നദികളായി എന്ത് ചെയ്യണം? പുറത്തു വരണം.
അങ്ങനെ നദികളായി ഒഴുകാൻ തുടങ്ങുമ്പോൾ നിന്റെ ഹൃദയത്തെ മുഴുവനും ഈ ജീവൻ പ്രൊട്ടക്ട് ചെയ്യും. ആ ജീവൻ നിന്റെ ഹൃദയത്തെ മുഴുവനും നിറയ്ക്കും. ഹല്ലേലൂയ. നാം നേരത്തെ വായിച്ച വാക്യത്തിൽ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ യേശു ക്രിസ്തു വന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. ഹല്ലേലൂയ. എന്തിനാ യേശു ക്രിസ്തു വന്നത്? വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം ആ പദം. യേശു എന്തിനാ വന്നത്? എൻ്റെ അകത്ത് എനിക്ക് സഭയ്ക്ക് ജീവൻ ഉണ്ടാകണം, ആ ജീവന്റെ സമൃദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. മനസ്സിലായോ? ശ്രദ്ധിച്ചു കേൾക്കണം. യേശു കർത്താവ് എന്തിനാ വന്നേ? ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ. തൊട്ടുമുകൾ നമ്മൾ എന്താ, കള്ളൻ എന്തിനാ വന്നത്? കള്ളൻ എന്തിനാ വരുന്നേ? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാ കള്ളൻ വരുന്നത്. യേശു എന്തിനാ വന്നേ? യേശു എന്തിനാ വന്നേ? ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ നമ്മൾ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചു. എന്താ? വീണ്ടും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. വീണ്ടും ജനിച്ചവൻ എന്ത് ചെയ്യുന്നു? തന്നെത്താൻ സൂക്ഷിക്കുന്നു. ഈ ജീവൻ നമുക്ക് തരുന്നത് ക്രിസ്തുവാ. യേശു ക്രിസ്തുവിൽ നിന്നുമാണ് ഈ ജീവൻ നമുക്ക് വരുന്നത്. യേശുവിൽ നിന്നുമാണ് ഈ ജീവന്റെ സമൃദ്ധി നമുക്ക് ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമൃദ്ധമായ ജീവനെ കെടുത്തിക്കളയുവാനാണ് കള്ളൻ വരുന്നത്. മനസ്സിലായോ? ക്ലിയറായോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആരാധിക്കും, ആത്മനിറവോടുകൂടി ആരാധിക്കും, ദൈവജീവൻ നിറഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ ഭവനത്തിൽ പോകും. പക്ഷെ ചില വ്യക്തികൾക്ക് ഭവനത്തിൽ കയറിയ ആ നിമിഷം ഇവിടെ വെച്ച് ആരാധിച്ച, ഹൃദയത്തിൽ നിറച്ച ആ ദൈവജീവൻ വീട്ടിൽ പോയാൽ മതി, കിട്ടും. സൂക്ഷിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിയെക്കുറിച്ച് പറയാ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ, വീണ്ടും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. ദുഷ്ടൻ അവനെ തൊടുന്നത് പോലില്ല. നമ്മുടെയൊക്കെ അവസ്ഥ എനിക്ക് ദുഷ്ടൻ കയറി അല്ലേ? നമുക്ക് ഈ വെളിപ്പാട് കിട്ടാത്തോണ്ടാ, നമുക്കിതാരും പറഞ്ഞു തരാത്തോണ്ടാ. മനസ്സിലായോ? നമ്മെ നടത്താൻ ആളില്ല. ഈ വാക്യം കഴിഞ്ഞിട്ട് തൊട്ട് താഴോട്ടുള്ള വാക്യത്തിൽ പറയുന്ന ഒരു ഇടയനെ കുറിച്ച് പറയാ, ആടുകളെ നടത്തുന്ന ഇടയൻ. ഹല്ലേലൂയ. കള്ളൻ വരുന്നത് എന്തിനാ? യേശു വരുന്നത് എന്തിനാ? രണ്ട് കാര്യം പറഞ്ഞിട്ട് ഒരു ഇടയനെ കുറിച്ച് പറയാ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ അടുക്കൽ ശുശ്രൂഷിക്കുന്ന ഇടയൻ ഈ ക്വാളിറ്റി ഉള്ളവനാണോ എന്ന് നിങ്ങൾ പഠിക്കാൻ പോവാ. ഹല്ലേലൂയ. എല്ലാവരും കരമേറ്റി ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. 11-ാം വാക്യം പറയും, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിച്ചു, യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയാ. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം ലഭ്യമായതാണ് ദൈവത്തിൻ്റെ ജീവൻ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? കോതമ്പ് മണിയെക്കുറിച്ച് യേശുക്രിസ്തുവിനെ പറയാം. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്തുവെങ്കിലോ വലിയ വിളവുണ്ടാകും. അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം. ഗോതമ്പ് മണി നിലത്ത് നമ്മൾ വിതച്ചു, അത് മണ്ണിനടിയിൽ കിടന്ന് ചാകുമ്പോഴാണ്, പുറന്തോട് പൊട്ടുമ്പോഴാണ് അകത്തിരിക്കുന്ന ദൈവജീവൻ വെളിവരുന്നത്. ഇതുപോലെ ക്രിസ്തു 3 ദിവസം ഹല്ലേലൂയ കല്ലറയ്ക്കകത്തിരുന്നപ്പോൾ പുറത്തു വന്നതാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജീവൻ. ഈ ജീവനാണ് സഭയിൽ മുഴുവൻ ഒഴുകിയത്.
നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിശദീകരിക്കത്തില്ല. ഈ ജീവന നമുക്ക് തന്നത്, ഈ ജീവന നമ്മുടെ അകത്ത് വന്നത്. ഹല്ലേലൂയ. ഇതാര് മുഖാന്തരമാണ് നമുക്ക് കിട്ടിയത്? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം. സ്തോത്രം. ഈ ജീവനാണ് നമ്മൾ വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ അകത്ത് വന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ വെളിപ്പെട്ട ജീവൻ നമ്മുടെ അകത്ത് താമസിക്കാൻ വരുന്നത് എപ്പോഴാ? വീണ്ടും ജനിക്കുമ്പോൾ. ഹല്ലേലൂയ. വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ അകത്ത് താമസിക്കാൻ വന്നു. സ്തോത്രം. അങ്ങനെ നമ്മുടെ ആത്മാവിൽ താമസിക്കാൻ വന്നാൽ മാത്രം നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല, ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. അത് അവിടെ നിന്നും ഒഴുകി ഹൃദയത്തിലേക്ക് വരണം. ഹൃദയത്തിൽ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നത്. എന്നാൽ ഇതിനെ നഷ്ടപ്പെടുത്തുവാനാണ് കള്ളൻ വരുന്നത്. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഇതിനെ നഷ്ടപ്പെടുത്തുവാൻ. എന്നിട്ട് അടുത്ത് സഭയ്ക്കകത്ത് നടക്കേണ്ട ശുശ്രൂഷയെക്കുറിച്ച് പറയുക. സഭയ്ക്കകത്ത് എന്ത് ശുശ്രൂഷയാണ് നടക്കേണ്ടതെന്ന് വിശദീകരിക്കുക. 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. 12-ാം വാക്യം, ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലയോ? യേശുക്രിസ്തുവിന് എന്ന ഇടയനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ ഇടയൻ വന്ന് എല്ലാവർക്കും ജീവൻ തന്നു. എന്നാൽ ഇവിടെ മറ്റൊരു ഇടയനെ കുറിച്ച് പറയുക. ആ ഇടയന്റെ പേര്, ഹല്ലേലൂയ, ഇടയനല്ലാത്തവൻ, കൂലിക്കാരൻ. അവനെ കണ്ടാൽ ഇടയനെ പോലെ ഇരിക്കും. അവന്റെ വേഷം ഇടയന, പേര് ഇടയന. പക്ഷേ സുവിശേഷം വെളിപ്പെടുത്തിയിരിക്കുന്നത് അവൻ ഇടയനല്ലാത്തവൻ, ഉടമസ്ഥനല്ലാത്തവൻ, കൂലിക്കാരൻ. ഇങ്ങനൊരു ഇടയനുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഇങ്ങനെ മറ്റൊരിടയനുണ്ട്. ആ ഇടയന്റെ ഒരു പ്രത്യേകതയാണ്, ആ വ്യക്തി ചെന്നായി വരുന്നത് കണ്ട്, ചെന്നായി വന്ന് സഭയിൽ വസിക്കുന്ന ഓരോരുത്തരെ പിടിക്കുമ്പോ അവനോടിക്കളയും. ആ അവസ്ഥയിൽ നിന്ന് ആ ഇടയൻ ആ വ്യക്തിയെ പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വീണുപോയ അനുഭവം, വചനം പറയുന്നു, ചെന്നായി വന്ന് നിങ്ങളെ പിടിക്കുമ്പോൾ അവനകപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്നും ആ ഇടയൻ നിങ്ങളെ പൊക്കിയെടുക്കത്തില്ല, ഓടിക്കളയും. കാരണം ഓടുവാനുള്ള കാരണം എന്താ? പറഞ്ഞ വചനം വ്യക്തമായി പറയുന്നു. 13-ാം വാക്യം, അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവൻ അത്രേ. എന്ന് വിശദീകരിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മൾ വീണ്ടും ജനിച്ചു, ശരി തന്നെയാ. വീണ്ടും ജനിച്ചുവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴാണോ ഈ ദൈവജീവൻ നിറയുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മൾ ഈ ലോകത്താ ജീവിക്കുന്നത്, നമ്മൾ ഒരു ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്. പാപം ഈ ലോകത്തിലുണ്ട്, മരണം ഈ ലോകത്തിലുണ്ട്, പിശാച് ഇന്നും പ്രവർത്തിക്കുന്നു. ശരിയല്ലേ? പാപം ഈ ലോകത്തിലുണ്ട്, മരണം ഈ ലോകത്തിലുണ്ട്, പിശാച് ഇന്നും ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു. അവനെ നീക്കം ചെയ്തിട്ടില്ല. സമയമാകുമ്പോൾ ദൈവം അവനെ നീക്കം ചെയ്യും. അതുവരെ അവൻ ഈ ഭൂമിയിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ വസിക്കുന്നതോ ഈ ജഡശരീരത്തിൽ. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഈ ജഡത്തിൽ നമ്മൾ വസിക്കുമ്പോൾ, ജഡത്തിൽ വസിക്കുന്ന ഞാനും നിങ്ങളും, ഈ ജഡം ഈ ദൈവജീവന് എതിരാണ്.
ആ ജഡത്തിലാണ് നമ്മൾ വസിക്കുന്നത്. മനസ്സിലായോ? ക്ലിയറാ നിങ്ങൾക്ക്? ഈ ജഡം നമുക്കെതിരാണെന്ന്, ഈ ജഡം ദൈവജീവന് വിരോധമാണെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ജഡത്തിന്റെ ആഗ്രഹം, ജഡത്തിന്റെ ഇഷ്ടം ദൈവജീവൻ വിരോധമാണ്. ഒരിക്കലും സമ്മതിക്കത്തില്ല ഈ ജഡം ദൈവജീവൻ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കാൻ. 2, പാപം ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. മരണം ഈ ഭൂമിയിലുണ്ട്, പിശാച് ഈ ഭൂമിയിലുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പരീക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യപ്പെടും? പരീക്ഷിക്കപ്പെടും. നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടും. ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ, ഞാൻ ഇതുവരെയ്ക്കും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല, ഞാൻ ഇതുവരെയ്ക്കും പ്രലോഭനത്തിൽ വീണിട്ടില്ല? ആർക്കെങ്കിലും അവകാശപ്പെടാൻ പറ്റുമോ? പറ്റൂന്ന്? പറ്റത്തില്ല. പിശാചിന്നും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. പരീക്ഷയിൽ പ്രലോഭനം, വശീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ കള്ളൻ നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവജീവനെ മോഷ്ടിക്കും. മനസ്സിലായോ? നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ വരുന്ന ദൈവത്തിന്റെ ജീവൻ. ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവം എടുക്കാം. നിങ്ങളിന്ന് ആരാധിച്ചിട്ട് ഭവനത്തിലേക്ക് പോയെന്നിരിക്കട്ടെ, സന്തോഷത്തോടെ പോയി ദൈവത്തെ അനുഭവിക്കാൻ പറ്റി. ഹല്ലേലൂയ. ഭവനത്തിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ ജഡത്തിന്റെ ഒരാഗ്രഹം, ജഡത്തിന്റെ ചിന്ത നിങ്ങളുടെ ബുദ്ധിയിൽ വന്നു, നിങ്ങളുടെ വികാരത്തിൽ വന്നു. ആ സെക്കൻഡ്, ആ സമയം നിങ്ങളുടെ ഹൃദയത്തെ നിറച്ചിരുന്ന ദൈവജീവൻ നിങ്ങളുടെ ആത്മാവിലേക്ക് പിൻകയറും. ഹല്ലേലൂയ. മനസ്സിലായോ? നിങ്ങളുടെ ഹൃദയത്തെ നിറച്ചിരുന്ന ദൈവജീവൻ, ജഡത്തിന്റെ ഒരു ആഗ്രഹം, ജഡത്തിന്റെ ഒരു ചിന്ത, ഒരു പരീക്ഷ, ഒരു പ്രലോഭനം, ഇത്രയും വന്നതേ ഉള്ളൂ. ഇതങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങി. ചെറിയൊരു ചിന്തയാ വന്നത്. ചെറിയൊരു ചിന്ത വന്നതും അതുവരെ ഹൃദയത്തെ നിറച്ചിരുന്ന, എനിക്ക് സ്വസ്ഥത തന്ന, എനിക്ക് സമാധാനം തന്ന, എനിക്ക് സന്തോഷം തന്ന എല്ലാം മറന്ന് ദൈവത്തിന്റെ കൂടെ നടക്കാൻ കഴിഞ്ഞ ആ ദൈവജീവൻ ജഡത്തിന്റെ ഒരു ചെറിയ ചിന്ത വന്നത് മുഖാന്തരം എൻ്റെ ഹൃദയത്തെ വിട്ട് എൻ്റെ ആത്മാവിലേക്ക് കയറി. ഹല്ലേലൂയ. മനസ്സിലായോ? ഈ അനുഭവത്തെ പറയുന്ന പേരാ ആത്മീക മരണം. മനസ്സിലായോ? ഈ അനുഭവത്തെ പറയുന്ന പേരാ ആത്മീക മരണം. ഇന്ന് സഭയിലെ ഭൂരിഭാഗം ആൾക്കാരും ഈ ആത്മീയ മരണത്തിൽ ജീവിക്കുക. ഈ ആത്മീക മരണം അനുഭവിക്കാതെ, ഈ ആത്മീക മരണത്തിൽ വീണു പോകാതെ ജീവിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഈ ആത്മീക മരണം ഹൃദയത്തിൽ വരുമ്പോൾ, അനുഭവിക്കപ്പെടുമ്പോഴാണ് കഷ്ടം, നിലവിളി, വേദന, ദുഃഖം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലും വികാരങ്ങളും നിറയുന്നത്. മനസ്സിലായോ? കാര്യമെന്താ? ഹൃദയത്തിൽ ജീവനില്ല. ദൈവത്തിന്റെ ജീവൻ ആത്മാവിലേക്ക് തിരിഞ്ഞു കയറി. ഇപ്പോൾ ഹൃദയം ശൂന്യമാണ്. ഹൃദയം ശൂന്യമായതുകൊണ്ട് ജഡത്തിന്റെ, ലോകത്തിന്റെ, പിശാചിന്റെ, പരീക്ഷയുടെ, പ്രലോഭനങ്ങളുടെ സകല മാലിന്യങ്ങളും ഹൃദയത്തിലേക്ക് വന്നു, ഹൃദയത്തിലേക്ക് നിറഞ്ഞു. അതിനെ പറയുന്ന പേരാ മരണം, ആത്മീക മരണം. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവനാ, പക്ഷെ ജീവിക്കുന്നത് ആത്മീയ മരണത്തില. മരണം വഹിക്കുക. അകത്ത് മരണമുണ്ട്, ജീവനില്ല, ദൈവജീവൻ അനുഭവിക്കാൻ പറ്റുന്നില്ല. ലോകത്തിന്റെ ചിന്തകൾ, ദാരിദ്ര്യം, കഷ്ടത, നാളെക്കുറിച്ചുള്ള ചിന്തകൾ, ഹല്ലേലൂയ, ഇതെല്ലാം കൊണ്ട് ഹൃദയത്തിൽ ദൈവജീവൻ ഒഴുകുന്നില്ല. സ്തോത്രം. മനസ്സിലായോ? മരണത്തില.
ആത്മീക മരണം. ഹല്ലേലൂയ. പലരുടെ അകത്ത് ജഡത്തിൽ രോഗമുണ്ട്. രോഗം, മക്കളെ ചൊല്ലിയുള്ള വിചാരങ്ങൾ, സ്തോത്രം, സമ്പത്തിനെ ചൊല്ലിയുള്ള വിചാരങ്ങൾ, ഹല്ലേലൂയ, കുടുംബത്തെ ചൊല്ലിയുള്ള വിചാരങ്ങൾ, ഇതെല്ലാം നമ്മൾ അനുഭവിക്കുക. സ്തോത്രം. ഈ രോഗത്തെ, ഈ കണ്ണുനീര്, ഈ കഷ്ടം, ഈ വേദന, ഈ നിലവിളി, ഈ ദുഃഖം, സമാധാനമില്ലാത്ത അനുഭവം, ഇതിനെയൊക്കെ മറികടക്കാൻ, ഇതിൻ്റെ മുകളിൽ വസിക്കുവാൻ, ഇത് നിന്റെ ഹൃദയത്തെ ബാധിക്കാതെ ജീവിക്കുവാൻ, ഇതൊന്നും നിന്നെ തൊടാതെ ജീവിക്കുവാൻ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടത് ജീവന്റെ സമൃദ്ധിയാണ്. ജീവൻ മാത്രം പോരാ, ഇതിന്റെ മുകളിൽ നടക്കണം. രോഗം നിന്റെ ശരീരത്തിലുണ്ട്, എന്നാൽ ആ രോഗം നിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നീ അതിന്റെ മീതെ വാഴ്ച നടത്തണം. ദാരിദ്ര്യം നിനക്കുണ്ട്, ദാരിദ്ര്യം നിനക്കുണ്ട് എങ്കിലും നീ അതിന്റെ മുകളിൽ നടക്കണം. കഷ്ടം നിനക്കുണ്ട്, കഷ്ടം നിന്റെ കൺമുമ്പിൽ ഇരിക്കുമ്പോൾ നീ അതിന്റെ മുകളിൽ നടക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ പരീക്ഷയിൽ നീ അകപ്പെട്ടു പോവുക, പ്രലോഭനത്തിൽ നീ അകപ്പെട്ടു പോവുകയാ, നീ വീണുകൊണ്ടിരിക്കുക. ഇതൊക്കെ നടക്കുമ്പോഴും നീ അതിൽ കിടക്കരുത്, നിനക്ക് അതിന്റെ മുകളിൽ കയറണം. അതിന്റെ മീതെ നിനക്ക് നടക്കുവാൻ, അതിന്റെ മീതെ നിനക്കൊരു വാഴ്ചയുണ്ട്. ആ വാഴ്ച ചെയ്യണമോ, ആ വാഴ്ച നടത്തണമോ എങ്കിൽ നിനക്ക് ജീവന്റെ സമൃദ്ധി വേണം. ഹല്ലേലൂയ. എന്തിനാ ജീവന്റെ സമൃദ്ധി എന്ന് പറയുന്നത്? ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൽ നടക്കുന്ന ദൈവഹിതപ്രകാരമല്ലാത്ത സകല കാര്യങ്ങളുടെ മീതെ, പിശാച് കൊണ്ടുവരുന്ന പരീക്ഷയുടെ മീതെ, പിശാച് നിന്നിൽ നടത്തിയെടുക്കുന്ന പ്രലോഭനങ്ങളുടെ മീതെ, നിന്റെ ശരീരത്തിൽ വസിക്കുന്ന രോഗത്തിന്റെ മീതെ നിനക്ക് വാഴ്ച നടത്തണമോ, നിനക്ക് ജീവന്റെ സമൃദ്ധി വേണം. ഹല്ലേലൂയ. ആ ജീവന്റെ സമൃദ്ധി നിന്റെ ഹൃദയത്തിൽ ഒന്ന് നിറഞ്ഞാ മതി. ഇതൊക്കെ നിന്നെ വിട്ടോടും, ഇതൊന്നും നിന്നെ ബാധിക്കത്തില്ല. അതിന് ആവശ്യമായ ഒന്ന് മാത്രമാ, ജീവന്റെ സമൃദ്ധി. യേശു പറയുന്നു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും. ഈ ജീവന്റെ സമൃദ്ധി നിനക്ക് വേണമെന്ന് ഹൃദയത്തെ നിറയ്ക്കുന്ന, ഹല്ലേലൂയ, നിഷേധാത്മകവര് മറ്റുള്ളവൻ നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും തട്ടിക്കളയുന്ന നിലവാരം. നിന്നെ ഒരുത്തൻ നിന്ദിച്ചാൽ ആ വാക്ക് നിന്നെ ബാധിക്കാത്ത അവസ്ഥ. ഒരുത്തൻ നിന്നെ കളിയാക്കിയാൽ, ഹല്ലേലൂയ, നിന്റെ അടുക്കല കളിയാക്കൽ വരാത്ത അവസ്ഥ. ഇങ്ങനൊരവസ്ഥയുണ്ട്, ഇങ്ങനൊരു അനുഭവമുണ്ട്. ആ അനുഭവം നിനക്ക് വേണോ? നിന്റെ ഹൃദയത്തിനകത്ത് ജീവന്റെ സമൃദ്ധി വാഴ്ച നടത്തണം. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്ത് ജീവന്റെ സമൃദ്ധി ഉണ്ടാകണം. ഇങ്ങനെയാ നീ നടക്കേണ്ടത്, ഇങ്ങനെയാ സഭ ജീവിക്കേണ്ടത്, ഇങ്ങനെയാ സഭ വളരേണ്ടത്. ഹല്ലേലൂയ. ചിലർ പറഞ്ഞു, പാസ്റ്റർ വീട്ടിൽ പോകാൻ പറ്റത്തില്ല, വീട്ടിൽ ചെന്ന് കയറിയാൽ എന്തെന്നറിയാത്തൊരു നിരാശ. പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ കിടത്താൽ എന്തെന്നറിയത്തില്ല ചിന്ത. ചിലരെ തകർത്ത് കളയുന്ന ഒരു ഭയങ്കര വിഷയമാണ് ഭയം. ഭയം. യേശുക്രിസ്തുവിനെ അറിയാം, കർത്താവിനെ ആരാധിക്കുന്നു, പക്ഷെ എനിക്ക് ആത്മാർത്ഥമായി എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഹൃദയത്തിനകത്ത് ദൈവത്തോടുള്ള സ്നേഹം വരുന്നില്ല. ആ സ്നേഹം വരാത്തതിന് പ്രധാന ഘടകമാണ് ഭയം. നിന്റെ അകത്ത് ഭയം വസിക്കുന്നെങ്കിൽ നിനക്ക് ദൈവത്തെയും സ്നേഹിക്കാൻ പറ്റത്തില്ല, സഹോദരന്മാരെയും സ്നേഹിക്കാൻ പറ്റത്തില്ല. ഭയം കിടക്കുക, ഭയം നിന്നെ വാഴ്ച നടത്തുക. അകത്ത് ഭയം, ഇരുട്ട് കാണുമ്പോൾ ഭയം, ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഭയം, പുറത്തേക്ക് ഇറങ്ങിയാൽ ഭയം. ഹല്ലേലൂയ. ഈ ഭയം എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു പ്രോഡക്റ്റാ. അവൻ നിന്നെ പ്രലോഭിപ്പിക്കുക, അവൻ നിന്നെ പരീക്ഷിക്കുക. പിശാചിന് നല്ല പോലെ അറിയാം, ഒരല്പം ഭയം കൊടുത്താൽ മതി, ഹല്ലേലൂയ, അവൻ വീഴും. അകത്ത്, ഹൃദയത്തിനകത്ത് ദൈവജീവൻ വസിക്കാതെ അവന് തകർത്ത് കളയാൻ പറ്റും. ഒരിക്കൽ പോലും ഈ ഭയം കളയാതിരുന്നാൽ ഈ ദൈവജീവൻ വരത്തില്ല. ഹല്ലേലൂയ. ഈ ദൈവജീവൻ ഹൃദയത്തിൽ അനുഭവിക്കാതിരിക്കാൻ അവൻ ഭയത്തിലിട്ട് നടക്കും.
നിന്നെ ഭയത്തിലോട്ട് തള്ളിവിടും. ഇതിനെ നീ ജയിക്കണം. ഇതിനെ ജയിക്കണം, നിനക്കൊരു ജീവന്റെ സമൃദ്ധി വേണം. കർത്താവ് പറയാ, ഭയപ്പെടരുത്, ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെയുണ്ട്, ഞാൻ ജീവനെ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഓൾറെഡി ജീവൻ നിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു സമൃദ്ധി മതി നിനക്ക്. നിന്റെ അകത്ത് ജീവനുണ്ട്. ആ ജീവനെ തേടി നീ എങ്ങും പോകണ്ട. നിന്റെ ആത്മാവിൽ വസിക്കുകയാ. നീ ഒന്ന് ശ്രദ്ധിച്ചാൽ, നീ ഒന്ന് നോക്കിയാൽ, ആ ജീവൻ നിന്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ജീവന്റെ സമൃദ്ധി നിന്റെ ഹൃദയത്തിൽ വരും. ആ ജീവന്റെ നിറവ് നിന്റെ ഹൃദയത്തിൽ വരും. ഈ നിറവിന് വേണ്ടി നീ ഒരിടത്തും പോകണ്ട. അത് തരുവാൻ യേശു വന്നിട്ടുണ്ട്. ഭയത്തെ മറികടക്കുവാൻ ജീവന്റെ സമൃദ്ധി വേണം. രോഗത്തെ മറികടക്കുവാൻ ജീവന്റെ സമൃദ്ധി വേണം. ഹല്ലേലൂയ. പരീക്ഷകളെ ജയിപ്പാൻ, പ്രലോഭനങ്ങളെ ജയിപ്പാൻ ജീവന്റെ സമൃദ്ധി വേണം. ഇത് തേടി നീ എങ്ങും പോകണ്ട. നിന്റെ ആത്മാവിൽ ജീവനുണ്ട്. ആ ജീവൻ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിലേക്ക് സമൃദ്ധിയായി തരുവാൻ യേശു വന്നിട്ടുണ്ട്. അവന് കഴിയും. അവൻ നല്ല ഇടയനാണ്. തന്റെ ജീവനെ തന്നവനാണ്. അവൻ ആ ജീവനെ നിന്റെ അകത്ത് നിറയ്ക്കും. ഹല്ലേലൂയ. സ്തോത്രം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതുകൊണ്ട് ലേഖനത്തിൽ പറയുന്ന 1 യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത്, വീണ്ടും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. ഇനി ഇവിടെ മറ്റൊരു കാര്യം പറയാ. മറ്റൊരിടയൻ, ആ ഇടയന്റെ പേരെന്താ? കൂലിക്കാരൻ, ഉടമസ്ഥനല്ലാത്തവൻ. ഇടയനെ പോലെ ഇരിക്കും. ആടുകളെ കുറിച്ച് വിചാരമില്ല, പണം മതി. കൂലിക്കാരൻ ശുശ്രൂഷ ചെയ്ത് പണം വാങ്ങി പോയി, ശുശ്രൂഷിച്ചു, പണം കിട്ടിപ്പോയി. ആടുകളെ കുറിച്ചൊരു വിചാരമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. ജനം കൈയടിച്ചു, ജനമാത്മാവിൽ നിറഞ്ഞു. ഭയങ്കര ശുശ്രൂഷയാ. ജനം കൈയടിച്ചതിനൊത്തവണ്ണം, ജനം ആരാധിച്ചതിനൊത്തവണ്ണം പണം കിട്ടി പോയി. ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവൻ. ഹല്ലേലൂയ. ആ ഇടയന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നാൽ, ആ കൂലിക്കാരന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നാൽ, പരീക്ഷയിൽ ഒരിക്കൽ പോലും നിങ്ങൾ ജയിക്കത്തില്ല. നിന്റെ അകത്ത് വരുന്ന പ്രലോഭനത്തിൽ ഒരിക്കൽ പോലും നിനക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം ആ ഇടയൻ നിന്നെ അതിലേക്ക് നടത്തിയിട്ടില്ല. ആ ഇടയൻ, നീ കേൾക്കേണ്ട ഒരു ശബ്ദമുണ്ട്. തൊട്ട് താഴെ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അത് യേശുവിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദത്തിലേക്ക് ഒരിടയൻ നിന്നെ നടത്തണം. ശ്രദ്ധിച്ച് കേൾക്ക്. ഈ ഭാഗങ്ങൾ നിങ്ങൾ ഭവനത്തിൽ പോയി വായിക്കണം കേട്ടോ. വ്യക്തമായി പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഞാനൊരിടയനായിപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്തെന്നറിയോ? ഈ ശബ്ദത്തിലേക്ക് നിങ്ങളെ നയിക്കുക. ഈ ശബ്ദം തരുവാൻ എനിക്ക് കഴിയത്തില്ല, പക്ഷെ ഈ ശബ്ദത്തിലേക്ക് എനിക്ക് നിങ്ങളെ നയിക്കാൻ പറ്റും. ഹല്ലേലൂയ. അതാ ശുശ്രൂഷകൻ, അതാ ഇടയൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ജീവനിലേക്ക്, ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക് നിങ്ങൾ ആരെങ്കിലും നയിക്കാതിരുന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ ജീവന്റെ സമൃദ്ധി നിനക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ആ ശുശ്രൂഷകനെ കുറിച്ച് പറയുകയാണ്, അവൻ ഉടമസ്ഥനല്ലാത്തവൻ, ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവൻ. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ക്ലിയർ ആയി നിങ്ങൾക്ക്? എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനെയല്ലേ വചനം എഴുതിയിരിക്കുന്ന, അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. അങ്ങനെയുള്ള ശുശ്രൂഷ അനുഭവിച്ചാൽ നിങ്ങളുടെ ഭയത്തെ ജയിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ അകത്ത് ഭയം പിടിമുറുക്കും. മനസ്സിലായോ? രോഗം നിങ്ങളുടെ അകത്ത് പിടിമുറുക്കും. കണ്ണുനീർ നിങ്ങളെ വിട്ടുമാറത്തില്ല. ദാരിദ്ര്യം അത് നിങ്ങളുടെ മേൽ വസിക്കും, നിങ്ങളെ തകർത്തുകളയും. നാളെ കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ വിടത്തില്ല. മക്കളെ ചൊല്ലിയുള്ള ചിന്ത നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നശിപ്പിച്ച് നിങ്ങളെ ചിന്താകൂലമുള്ള മനുഷ്യനാക്കി മാറ്റും.
ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഇതിനെ ജയിപ്പാൻ ജീവന്റെ സമൃദ്ധി നിന്റെ ഹൃദയത്തിൽ വേണം. ജീവന്റെ സമൃദ്ധി നിന്നിൽ വേണം. അതിലേക്ക് നടത്തുന്നവനെ കുറിച്ച് പറയാം, അവനാ ഇടയൻ. അവനാ ഇടയൻ. അവൻ കൂലിക്കാരനല്ല, അവൻ്റെ പേര് ഇടയൻ എന്നാ. ഹല്ലേലൂയ. ഉടമസ്ഥനല്ലാത്തവനല്ല, അവനാ ഉടമസ്ഥൻ. ഹല്ലേലൂയ. അവൻ നിങ്ങളെ മെച്ചിൽ പുറങ്ങളിലേക്ക് നടത്തും. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നിങ്ങളെ ആ ഇടയൻ കൊണ്ടുപോകും. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്ക്. ആ ശുശ്രൂഷ സഭയ്ക്കകത്ത് നടക്കേണ്ടത്. മനസ്സിലായോ? ഇതെങ്ങനെ നടക്കും പാസ്റ്ററേ? ഞാൻ വന്നത് ജീവനുണ്ടാക്കുവാനും സമൃദ്ധമായ ജീവൻ. ഇത് സ്വർഗത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ജീവനല്ല, ഇവിടെ തരാമെന്ന് പറഞ്ഞതാ. ഇവിടെ കിട്ടുന്ന ജീവനാ, ഇവിടെ അനുഭവിക്കേണ്ട ജീവനാ. അത് വേറെ. ഇവിടെ അനുഭവിക്കാൻ ജീവൻ ഇവിടെ തന്നിട്ടാ പോയത്. ഹല്ലേലൂയ. ആ ജീവൻ വേണ്ടേ പ്രിയമുള്ളവര്? വേണം. ആ ജീവൻ ഉണ്ടെങ്കിൽ ദുഷ്ടൻ നിന്നെ തൊടുന്നത് പോലും. ഇത് നഷ്ടപ്പെട്ടു പോകാതെ നീ തന്നെത്താൻ സൂക്ഷിക്കണം. ഒരാകുല ചിന്ത വന്ന, ഒരൊറ്റ ചിന്ത വന്നാൽ മതി. പിന്നെ 2 ദിവസം ആ ഒറ്റ ചിന്ത. ദൈവജീവനുമില്ല, പ്രാപിച്ചതെല്ലാം പോയി. നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല. ജീവനുണ്ട് ആത്മാവിൽ, പക്ഷെ ഹൃദയത്തിൽ വരുന്നില്ല. ഹല്ലേലൂയ. അത് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അത് അറ്റുപോയി. സ്തോത്രം. എനിക്കറിയാം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ജീവന്റെ സമൃദ്ധിയിലേക്ക് നിങ്ങൾ വളരും. പക്ഷെ ഇതറിയാതിരുന്നാലോ നിങ്ങൾ എങ്ങനെ വളരും? പറ. നിങ്ങളെപ്പോഴും പക്ഷേ പ്രാർത്ഥിക്കണേ, പരീക്ഷയാ, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷെ സാഹചര്യം വളരെ മോശമാണ്, ഞാൻ വീണു പോകുന്നു, എനിക്ക് പറ്റുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ കുടുംബം ഒരു തരത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല, എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. വീണ്ടും ജനിച്ചവനാ. അവൻ്റെ അകത്തിരിക്കുന്ന ഉറവ എന്തെന്ന്, അവൻ്റെ അകത്ത് വന്നത് എന്തെന്ന് അറിയാതെ അവൻ നിൽക്കുക. ഹല്ലേലൂയ. അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇതങ്ങ് ഉറവയായി പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് പറ്റുന്നില്ല, ഭയം നമ്മെ പിടിച്ചിരിക്കുക, അതിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മറിച്ച് നമ്മൾ കാണുന്നത് ഭയം. അകത്തു വന്ന ജീവനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമ്മൾ കാണുന്നത് നിരാശ. അകത്തു വന്ന ജീവനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമ്മൾ കാണുന്നത് കടഭാരം. അകത്തു വന്ന ജീവനെ അനുഭവിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, രോഗം. ഹല്ലേലൂയ. ശരിയല്ലേ? നിന്റെ അകത്ത് കർത്താവ് തന്നിട്ട് ശക്തമായി പറഞ്ഞ വാക്കാ, ഞാൻ വന്നത് ജീവനുണ്ടാക്കുവാൻ, സമൃദ്ധമായ ജീവനുണ്ടാക്കുവാൻ. ഗെത്സമന തോട്ടത്തിലേക്ക് യേശുവും ശിഷ്യന്മാരും എത്തി. യേശുവും ശിഷ്യന്മാരും എത്തി. അതിൽ 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരെ മാത്രം അല്പം മുൻപോട്ട് വിളിച്ച് അവരുടെ മുമ്പിൽ വിശുദ്ധ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നു, 37-ാമത്തെ വാക്യം, പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്നു, ദുഃഖിച്ചു, വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്നിട്ട് പറയുക, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. യേശു എന്താ പറഞ്ഞത്? എൻ്റെ ഉള്ളം ദുഃഖിച്ചു, വ്യാകുലപ്പെട്ടു. ഇതുവരെയ്ക്കും യേശുവിന് ഈ അനുഭവം ഉണ്ടായിട്ടില്ല. ഗെത്സമനയിലുള്ള അനുഭവമായി അവിടെ എഴുതിയിരിക്കുന്നത്. യേശു ഇതുപോലെ ആയി കണ്ടിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നു, ദുഃഖിച്ചു, വ്യാകുലപ്പെട്ടു. വാ തുറന്ന് പറയുക, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. എന്താ അവിടെ നടക്കുന്ന സംഭവം? ഇതും കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. മുമ്പൊരിക്കലും യേശു ഇതുപോലെ ശിഷ്യന്മാരോട് പെരുമാറിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. തൻ്റെ ശിഷ്യന്മാർ ഈ അവസ്ഥയിൽ യേശുവിനെ കണ്ടിട്ടില്ല.
പക്ഷെ ഗെത്സമനയിൽ മാത്രം 3 ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ദുഃഖിച്ചു, വ്യാകുലപ്പെട്ടു. എന്നിട്ട് പറയുക, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കും. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ ഹല്ലേലൂയ പുത്രന്റെ അകത്ത് വന്ന ദൈവജീവൻ, പുത്രന്റെ ഹൃദയത്തെ നിറച്ചിരുന്ന ദൈവജീവൻ, പിതാവാം ദൈവം ഗെത്സമന തോട്ടത്തിൽ വെച്ച് സകല മാനവരാശിയുടെയും പാപത്തെ തന്റെ മേൽ ചുമത്താൻ പോവാ. സകല മാലിന്യത്തെയും സകല മ്ലേച്ഛതയും, മനുഷ്യൻ ചെയ്ത സകല മ്ലേച്ഛതയും യേശുവിന്റെ മേൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ പാനപാത്രം കുടിക്കുന്നതിലൂടെ ചുമത്തും. ആ ചുമത്തുമ്പോൾ തന്നെ വിട്ടുപിരിയാത്ത പിതാവിനോട് കൂടെ വചനമായിരുന്നപ്പോൾ പോലും പിതാവ് വിട്ടുപിരിഞ്ഞിട്ടില്ല. ഭൂമിയിൽ ഈ അവസാന നിമിഷത്തിന് തൊട്ടു മുമ്പ് പോലും പിതാവിൽ നിന്ന് വേർപാട് വന്നിട്ടില്ല. പക്ഷെ പാപം തൻ്റെ മേൽ ചുമത്തപ്പെടുമ്പോൾ യേശുവിന് മനസ്സിലായി, അതുവരെ നിറച്ചിരുന്ന ദൈവജീവൻ, അതുവരെ പുത്രൻ അനുഭവിച്ചിരുന്ന ദൈവം, ഹല്ലേലൂയ, ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ആ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ പോവാ. ഹല്ലേലൂയ. പാപം തൻ്റെ മേൽ ചുമത്തുമ്പോൾ, പാപം തൻ്റെ മേൽ നിറയുമ്പോൾ, സകല മാനവരാശിയുടെയും പാപം തൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ, അതുവരെ താൻ അനുഭവിച്ചിരുന്ന ദൈവജീവൻ, ജീവന്റെ സമൃദ്ധി താൻ വേർപെടാൻ പോകുകയാണ്. അതിൻ്റെ അനുഭവം ഇപ്പോഴേ ഉള്ളത്തിൽ വന്നു തുടങ്ങി. ഹല്ലേലൂയ. അതിൻ്റെ നിറവ് ഇപ്പോഴേ ഹൃദയത്തിൽ അനുഭവിച്ചു തുടങ്ങി. അതുകൊണ്ട് യേശു പറയുകയാണ്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വേദന സഹിക്കാൻ പറ്റാത്തതാ, ഈ വേദന അനുഭവിക്കാൻ കഴിയുന്നതിലപ്പുറമാ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ അനുഭവം ഒന്ന് മാറ്റിത്തരണം പപ്പ. ഇതുവരേക്കും നീ എന്നെ വിട്ടുമാറിയിട്ടില്ല, ഇതുവരേക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് വേർപാട് വന്നിട്ടില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇതിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റണം. യേശു പറയുന്നുണ്ട്, ഈ ജീവൻ വന്നാൽ മാത്രമേ, ഈ ജീവൻ അനുഭവിക്കുന്നെങ്കിൽ മാത്രമേ നിനക്ക് ആ ദൈവത്തെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ലോകത്തുള്ള സകല മാലിന്യങ്ങളും നിന്നെ കൊല്ലും, സകല മാലിന്യം നിങ്ങളെ പിടിക്കും, നിന്റെ ജീവിതത്തിൽ വരും, നിന്റെ കുടുംബത്തിൽ വരും. നിനക്ക് നന്നായി, നീ ദൈവവേദനൊക്കെ ശരി തന്നെയാ, നീ പ്രാർത്ഥിക്കുന്ന ദൈവവേദന, സഭയിൽ പോകുന്ന, പക്ഷേ ഈ മാലിന്യങ്ങൾ നിന്നെ പിടിച്ചാൽ, ഈ ദൈവജീവൻ നിന്റെ അകത്തില്ലെങ്കിൽ നീ തകർന്നു പോകും. യേശുവിന് ഗെത്സമനയിലുണ്ടായ അനുഭവത്തിൽ നീ ജീവിക്കേണ്ടി വരും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇത്രയും വർഷമായിട്ടും ഹല്ലേലൂയ ഈ ജീവന്റെ സമൃദ്ധി അനുഭവിക്കാൻ കഴിയാതെ, ഈ ജീവന്റെ സമൃദ്ധി നിന്റെ ഹൃദയത്തിൽ നിറയാതെ, ഏതോ ചില ഭാരങ്ങളാൽ, ഏതോ ചില കാരണങ്ങളാൽ ഗെത്സമനയിൽ വെച്ച് യേശുവിനുണ്ടായ അനുഭവത്തിൽ നീ ജീവിക്കുന്നെങ്കിൽ അതിന് കാരണം എന്തെന്നറിയാമോ? നിനക്ക് ദൈവജീവനെ ശ്രദ്ധിക്കാൻ കഴിയാത്തതാണ്. നിന്റെ അകത്ത് ദൈവമായി ഒരു വേർപാടുണ്ട്. ദൈവജീവൻ നിന്റെ ഹൃദയത്തിൽ നിറയ്ക്കുന്നില്ല. നീയും പിതാവും തമ്മിൽ വേർപെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? ഈ വേർപാട് സഹിക്കാൻ വയ്യ പുത്രന് ചോദിക്കപ്പാ, കഴിയുമെങ്കിൽ ഈ അനുഭവം ഒന്ന് മാറ്റിത്തരണം, ഈ പാനപാത്രം നീക്കണം. അല്പം കഴിഞ്ഞ് പറയാ, കർത്താവേ, ഇതിലും ഞാൻ അങ്ങേ അനുസരിക്കാം, ഇതിൽ ഞാൻ ഇതുവരേക്കും ഒന്നും അനുസരിക്കാതിരുന്നിട്ടില്ല, ഇതും അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ച് ജീവിക്കണം. ഈ ഭൂമിയിൽ പാപത്തിൻ്റെ മീതെ നടക്കണോ? നിന്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന സകല വിഷയത്തിൻ്റെ മീകളിൽ നിനക്ക് നടക്കണോ? ഹല്ലേലൂയ. നിന്റെ അകത്ത് വന്ന ദൈവജീവനെ ഹൃദയത്തിലേക്കൊന്ന് ഒഴുകാൻ വിട്ടാൽ മതി, ഹൃദയത്തിലേക്കൊന്ന് ഒഴുകാൻ വിട്ടാൽ മതി. അതെങ്ങനെ നമ്മൾ പഠിക്കും? മരണത്തിനുള്ള പാപം എന്തെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇതെങ്ങനെ ഒഴുകുമെന്ന് നമ്മൾ പഠിക്കും. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഇത് ഒഴുകണോ? ഇത് ഒഴുകിയാലേ നിനക്ക് ഭൂമിയിൽ ദൈവത്തെ അനുഭവിച്ചിരിക്കാൻ പറ്റൂ. ഇത് ഒഴുകിയില്ലെങ്കിൽ
ഹല്ലേലൂയ. നിനക്കൊരിക്കലും നീ ആഗ്രഹിക്കുന്ന ആത്മീയ നിലവാരത്തിൽ ഒരു ജയകരമായ ആത്മീയ ജീവിതം നിനക്ക് ഉണ്ടാകത്തില്ല. നീ സാധാ മനുഷ്യനെ പോലെ, ജാതികൾ ജീവിക്കുന്നത് പോലെ, ജാതികൾ നിലവിളിക്കുന്നത് പോലെ നീയും അവർക്ക് തുല്യമായി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരും. ഹല്ലേലൂയ. നീ ദൈവത്തിനെ ആരാധിക്കുന്ന മകളൊക്കെ തന്നെയാ, പക്ഷെ ഈ ദൈവ ജീവനില്ലെങ്കിൽ ഹല്ലേലൂയ നീ സാധാരണ മനുഷ്യനാണ്. എന്താ വ്യത്യസ്തനാക്കുന്നത്? ജാതികളിൽ നിന്ന് നിന്നെ വ്യത്യസ്തനാക്കുന്നത് എന്താ? നിന്റെ അകത്ത് വന്ന ജീവൻ. ഹല്ലേലൂയ. നീ വ്യത്യസ്തനാണെന്ന് പിതാവ് ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ജീവൻ തന്നത്. ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ ഒരുപാട് സൃഷ്ടികളുണ്ട്. പ്രപഞ്ചത്തെ നോക്ക്, എൻ്റെ പിതാവിന്റെ സൃഷ്ടിയാ. മൃഗങ്ങളെ നോക്ക്, നമ്മുടെ പിതാവിന്റെ സൃഷ്ടിയാ. പറവകളെ നോക്ക്, പിതാവിന്റെ സൃഷ്ടിയാ. സമുദ്രങ്ങളെ നോക്ക്, പിതാവിന്റെ സൃഷ്ടിയാ. ഹല്ലേലൂയ. പർവ്വതങ്ങളെ നോക്ക്, പിതാവിന്റെ സൃഷ്ടിയാ. ഹല്ലേലൂയ. മനുഷ്യനെ നോക്ക്, പിതാവിന്റെ സൃഷ്ടിയാ. പക്ഷേ ഈ മറ്റു സൃഷ്ടികൾക്കൊന്നും കൊടുക്കാത്തത് എനിക്ക് തന്നു, അവന്റെ ജീവൻ. ഹല്ലേലൂയ. സൃഷ്ടികൾക്ക് മറ്റൊന്നിനും കൊടുത്തിട്ടില്ല, മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല, പറവകൾക്ക് കൊടുത്തിട്ടില്ല. വാഴ്ച നടത്തേണ്ടത് നീയാ, വാഴേണ്ടത് നീയാ. ഈ ഭൂമിയിൽ പിശാചിന്റെ മീതെ നീ വാഴണം. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ മീതെ നീ വാഴണം, രോഗത്തിന്റെ മീതെ നീ വാഴണം, കുടുംബത്തിനകത്ത് നീ വാഴ്ച നടത്തണം, പ്രശ്നങ്ങളുടെ മധ്യ നീ നടക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ അകത്ത് തന്നു ജീവൻ. ഈ ജീവനെ മറന്നിട്ട് നീ പോകല്ലേ. ഹല്ലേലൂയ. ഈ ജീവനെ നീ അനുഭവിക്കാതെ പോകല്ലേ. ഈ ജീവനെ നോക്കാതെ നീ പോകല്ലേ. നീ തകർന്നു പോകും, നിനക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആരൊക്കെ ഈ ജീവനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ അവനൊക്കെ പട്ടുപോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നീ പട്ടുപോകാൻ നിൽക്കുന്നതിന് കാരണം നിനക്ക് ജീവനെ അനുഭവിക്കാൻ പറ്റുന്നു. നിന്റെ അകത്ത് വന്നത് എന്തെന്ന് നിനക്ക് ബോധ്യമുണ്ട്. നിന്റെ അകത്തിരിക്കുന്നത് ആരെന്ന് നിനക്കറിയാം. അത് തന്നവനെ നിനക്കറിയാം. അതെന്ത് ചെയ്യുന്നു എന്ന് നിനക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലായി നിങ്ങൾക്ക്? ലോകത്തിന്, പിശാചിന് ഒരു പക്ഷേ പണം തരാൻ പറ്റും, ചിലപ്പോൾ താൽക്കാലികമായി സമാധാനം തരാൻ പറ്റും, ഒരു നല്ലൊരു ഭവനം തരാൻ പറ്റും. തരാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, ജീവൻ. പിശാചിന് തരാൻ പറ്റില്ല ജീവൻ. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ലോകത്തിന് തരാൻ പറ്റും ഭവനം, ലോകത്തിന് ചിലപ്പോൾ സ്വസ്ഥത തരാൻ പറ്റും. കാരണം യേശു എന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്ന സമാധാനം. അപ്പൊ ലോകത്തിന് സമാധാനം തരാൻ പറ്റും, ലോകത്തിന് സ്വസ്ഥത തരാൻ പറ്റും. പക്ഷെ ലോകത്തിന് തരാൻ പറ്റാത്തത്, പിശാചിന് തരാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, ജീവൻ. ജീവൻ. ഈ ജീവനെ തരാനാ വന്നത്, ഈ ജീവന്റെ സമൃദ്ധി തരാനാ വന്നത്. അത് വിട്ടിട്ട് നീ ഓടരുത്.